കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിലെ ബഥേൽ സുലോക്കോ ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന മലങ്കര വർഗീസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് യാക്കോബായ വിഭാഗവുമായി യോജിച്ച് മുന്നോട്ടു പോകാൻ തയ്യാറാണെന്ന സൂചന ഓർത്തഡോക്സ് സഭാതലവൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നൽകിയത്. സഭയിലെ ശാശ്വത സമാധാനത്തിന് ഐക്യം അനിവാര്യമാണെന്ന് പറഞ്ഞ കാതോലിക്ക വൈകാരിക അനുഭവങ്ങൾ കൊണ്ടുണ്ടായ കുറ്റങ്ങളും കുറവുകളും പരസ്പരം മറന്ന് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പാതയിലേക്ക് കടന്നുവരാൻ എല്ലാവരും തയ്യാറാകണമെന്നും സൂചിപ്പിച്ചു. പാത്രിയാർക്കീസ് ബാവ കേരളത്തിൽ എത്തുന്നതിന് 2 ദിവസം മുമ്പുണ്ടായ പ്രഖ്യാപനത്തെ അനുരഞ്ജന ചർച്ചകൾക്കുള്ള ക്ഷണമായി തന്നെയാണ് ഏവരും കണ്ടത്. ഇതേ തുടർന്ന് ഓർത്തഡോക്സ് സഭയിലെ പല മെത്രാപ്പൊലീത്തമാരും കാതോലിക്ക ബാവയുടെ ആഹ്വാനത്തെ പിന്തുണച്ച് രംഗത്തു വന്നു. പാത്രിയാർക്കീസ് ബാവ കൂടി കേരളത്തിൽ എത്തിയതോടെ യാക്കോബായ വിഭാഗത്തിന്റെ സിനഡ് യോഗത്തിലും വിഷയം ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. കേസുകളും വഴക്കുകളുമില്ലാതെ യോജിപ്പോടെ സംഘർഷരഹിതമായും മുന്നോട്ടു പോകണമെന്ന് തന്നെയാണ് യാക്കോബായ സഭയ്ക്കും താൽപ്പര്യമെന്ന് ആ വിഭാഗത്തിലെ മെത്രാന്മാരും പറയുന്നു. അതേസമയം യാക്കോബായ സഭയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അന്തിമ തീർപ്പ് പറയേണ്ടത് സഭാതലവനായ പാത്രിയാർക്കീസ് ബാവയാണ്. അതിനാൽ തന്നെ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ ബാവയുടെ 5ാമത് ശ്ലൈഹിക സന്ദർശനത്തിൽ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് വിശ്വാസികൾ ഉറ്റുനോക്കുന്നത്. യോജിപ്പോടെ മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങൾക്ക് സർക്കാരും എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.